ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡ് ആൻഡ് ഷുഡിൻറ്റ്. എന്താണ് ഷുഡ് ആൻഡ് ഷുഡിൻറ്റ്? എവിടെയാണ് ഷുഡ് ഉപയോഗിക്കുക, എവിടെയാണ് ഷുഡിൻറ്റ് ഉപയോഗിക്കേണ്ടത്? ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഡിൻ്റെ കൂടെയും ഷുഡിൻറ്റ് ഈ രണ്ടിൻ്റെയും കൂടെയും എപ്പോഴും വെർബ് ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് വെർബ് ഫസ്റ്റ് ഫോം? വെർബ് ഫസ്റ്റ് ഫോം, ഷുഡ്സ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. ഇനി ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. ഷുഡ് ആൻഡ് ഷുഡിന് ഈ രണ്ട് ഉപയോഗിക്കുന്നത് ഉപദേശം കൊടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് അഡ്വൈസ് സ്വന്തമായിട്ട് ഉപദേശിക്കുമ്പോൾ, അപ്പോഴൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഷുഡ് ആൻഡ് ഷുഡ് എന്ന് വെച്ചാൽ അഡ്വൈസ്, ഉപദേശം. ഉപദേശിക്കുമ്പോൾ നമ്മൾ ഷുഡാണ് ഉപയോഗിക്കേണ്ടത്. രണ്ടാമതാണ് നമ്മുടെ ഒബ്ലിഗേഷൻസ്. എന്താണ് ഒബ്ലിഗേഷൻസ്? ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതകൾ. എന്താണ് നമ്മുടെ ബാധ്യതകൾ എന്ന് വെച്ചാൽ കടമകൾ, ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ ഡ്യൂട്ടീസ്, കടമകൾ. അപ്പോൾ ഒന്ന് പറയാം, ഉപദേശം അല്ലെങ്കിൽ ബാധ്യതകൾ അല്ലെങ്കിൽ കടമകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? ഷുഡ് അല്ലെങ്കിൽ ഷുഡിൻ്റാണ് ഉപയോഗിക്കുക. ഷുഡ്. ഞാൻ പറയാം നിങ്ങളോട് ഞാൻ പറയാണ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിങ്ങൾ ഉപദേശിക്കുകയാണ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയാം, യു ഷുഡ് ലിസൺ ടു ദിസ് വീഡിയോ വെരി കെയർഫുള്ളി. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഒന്നാമതാണ്, നാളെ രാത്രി നീ അവിടെ പോകണം. ഞാൻ നിങ്ങളെ ഉപദേശിക്കണം, നാളെ രാത്രി നിങ്ങൾ അവിടെ പോകണം. നാളെ രാത്രി നിങ്ങൾ അവിടെ പോകണം. അപ്പം എന്താ പറയുക? യു ഷുഡ്. ആദ്യം യു എഴുതി, അത് കഴിഞ്ഞിട്ട് ഷുഡ് എഴുതി. യു ഷുഡ്. പോകുക, വെർബ് ഫസ്റ്റ് ഫോം ഗോ. യു ഷുഡ് ഗോ. എവിടെ? അവിടെ. യു ഷുഡ് ഗോ ദയർ. യു ഷുഡ് ഗോ ദയർ. നിങ്ങൾ അവിടെ പോകണം. നാളെ രാത്രി, ടുമോറോ നൈറ്റ്. എന്താ പറയുക? ടുമോറോ നൈറ്റ്. അപ്പം എന്തായി? കണ്ടോ? യു ഷുഡ് ഗോ ദയർ ടുമോറോ നൈറ്റ്. ഇനി രണ്ടാമതാണ്, നീ നന്നായി പഠിക്കണം. എനിക്ക് ഏതായാലും പഠിക്കാൻ കഴിഞ്ഞില്ല. നീയെങ്കിലും നന്നായി പഠിക്ക്. നീയെങ്കിലും നന്നായി പഠിക്കണം. ഉപദേശിക്കണം. പറയാം, യു ഷുഡ്. അല്ലേ? യു ഷുഡ് സ്റ്റഡി. യു ഷുഡ് സ്റ്റഡി വെൽ. യു ഷുഡ് സ്റ്റഡി വെൽ, അല്ലെങ്കിൽ യു ഷുഡ് സ്റ്റഡി ഹാർഡ്, അല്ലെങ്കിൽ യു ഷുഡ് സ്റ്റഡി വെരി വെൽ. എങ്ങനെയും പറയാം. ഓക്കെ, എങ്ങനെയും പറയാം. ഇനി അടുത്താണ്, നിന്റെ അച്ഛന് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നിന്റെ അച്ഛൻ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഉപദേശിക്കണം. നിന്റെ ഫാദറിന് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. പറയാം, യുവർ ഫാദർ. യുവർ ഫാദർ. യുവർ ഫാദർ. ഇവിടെ ഷുഡാണോ അതോ ഷുഡിൻ്റാണോ? ചെയ്യാൻ പാടില്ല എന്നല്ലേ ഷുഡിൻ്റാണ്. യുവർ ഫാദർ ഷുഡിൻറ്റ്. ഷുഡിൻ പറഞ്ഞാൽ ഷുഡ് നോട്ട്. ഓക്കെ, ഷുഡ് നോട്ട്. യുവർ ഫാദർ ഷുഡ് നോട്ട്, അല്ലെങ്കിൽ യുവർ ഫാദർ ഷുഡിൻറ്റ് ഡു. ചെയ്യുക, ഡു. യുവർ ഫാദർ ഷുഡിൻറ്റ് ഡു ഒന്നും, എനിത്തിങ്. ഇവിടെ എനിത്തിങ് എന്ന് പറഞ്ഞു, എനിത്തിങ്. കാരണം നെഗറ്റീവ് ആയതുകൊണ്ടാണ്. ഓക്കെ, നെഗറ്റീവ് ആയതുകൊണ്ട് എനിത്തിങ് ആയി. ക്ലിയർ? അതല്ല പോസിറ്റീവ് ആണെങ്കിലോ, യുവർ ഫാദർ ഷുഡ് ഡു സംതിങ്. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട്, ഷുഡിൻ്റ് ആയതുകൊണ്ട് എനിത്തിങ്. യുവർ ഫാദർ ഷുഡിൻറ്റ് ഡു എനിത്തിങ്. അതുപോലെ. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് വേർഡുണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങനെ പറയാം, ലൈക്ക് ദിസ്, ഇതുപോലെ. ലൈക്ക് ദാറ്റ്. ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാലോ, ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ, ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ. ഈ രണ്ടിനും വേണ്ടിയിട്ട് ഒരു വേർഡുണ്ട്, സോ. എന്ന് വെച്ചാൽ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് സോ എഴുതി കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈ മൂന്ന് ഏതും എഴുതാം. യുവർ ഫാദർ ഷുഡിൻറ്റ് ഡു എനിത്തിങ് ലൈക്ക് ദാറ്റ്. ലൈക്ക് ദാറ്റ് അല്ലെങ്കിൽ ലൈക്ക് ദിസ് അല്ലെങ്കിൽ സോ എന്ന് എഴുതാം. ഇനി അടുത്താണ്, ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കണം. ഇത് സെൽഫ് അഡ്വൈസ് ആണ്. എന്താണ് സെൽഫ് അഡ്വൈസ്? ഞാൻ എന്നെ തന്നെ അഡ്വൈസ് ചെയ്യണം. ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കണം. കാരണം അവർ എനിക്കെല്ലാം നൽകുന്നു, അവരെല്ലാം എനിക്ക് തരുന്നു. അല്ലേ? അപ്പം പറയാം, ഐ ഷുഡ്. ഇതെന്ന് പറയുന്നു, ഇത് നമ്മൾ പറയും സെൽഫ് അഡ്വൈസ്. ഐ ഷുഡ് ലവ്. അല്ലേ? ഐ ഷുഡ് ലവ് മൈ പാരൻസ്. ഐ ഷുഡ് ലവ് മൈ പാരൻസ് ബിക്കോസ് കാരണം അവർ എനിക്കെല്ലാം തരുന്നു. ദേ ഗിവ് മീ. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്ട് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. ദേ ഗിവ് മീ എവ്രിതിങ്. അപ്പോൾ എന്തായി? കണ്ടോ? സെന്റൻസ് ആയി, ഐ ഷുഡ് ലവ് മൈ പാരൻസ് ബിക്കോസ് ദേ ഗിവ് മീ എവ്രിതിങ്.
സെൽഫ് അഡ്വൈസ്. എന്താണ് സെൽഫ് അഡ്വൈസ്? സ്വന്തം ഉപദേശിക്കണം. ഇനി അടുത്താണ്, അവൾ ഇന്ന് വൈകുന്നേരം ഇവിടെ വരാൻ പാടില്ല. അവൾ ഇന്ന് വൈകുന്നേരം ഇവിടെ വരാൻ പാടില്ല എന്ന് പറയാം. അവൾ ഷീ പാടില്ല, ഷുഡൻ്റ് ആണ്, അപ്പോൾ ഷുഡൻ്റ് ഉപയോഗിക്കണം. ഷീ ഷുഡൻസ് കം ഹിയർ, വെർബ് ഫസ്റ്റ് ഫോം കം ഹിയർ, ഇവിടെ വരാൻ പാടില്ല. ഷീ ഷുഡൻസ് കം ഹിയർ ഇന്ന് വൈകുന്നേരം എന്ന് പറയാം. ഇന്ന് വൈകുന്നേരം ദിസ് ഈവനിങ് അല്ലെങ്കിൽ ടുഡേ ഈവനിങ്. ദിസ് ഈവനിങ് അല്ലെങ്കിൽ ടുഡേ ഈവനിങ്. ഇന്ന് വൈകുന്നേരം അവൾ ഇവിടെ വരാൻ പാടില്ല. ഷീ ഷുഡൻസ് കം ഹിയർ ടുഡേ ഈവനിങ് അല്ലെങ്കിൽ ഷീ ഷുഡൻസ് കം ഹിയർ ദിസ് ഈവനിങ്. ഇനി അടുത്താണ്, നിങ്ങൾ ഇവിടെ പുകവലിക്കരുത്. നിങ്ങൾ ഇവിടെ പുകവലിക്കരുത് ഉപദേശമാണ്, അഡ്വൈസ്. നിങ്ങൾ ഇവിടെ പുകവലിക്കരുത് എന്ന് പറയാം. യു ഷുഡൻറ്റ് സ്മോക്ക് വെർ ഫസ്റ്റ് ഫോം ആണ്, പുകവലിക്കുക എന്നാണ്. യു ഷുഡൻറ്റ് സ്മോക്ക് ഹിയർ, ഇവിടെ നിങ്ങൾ പുക വലിക്കരുത്. ഇനി അടുത്താണ്, അവൻ്റെ അല്ലെങ്കിൽ തൻ്റെ മുതിർന്നവരെ ബഹുമാനിക്കണം, ഉപദേശമാണ്. എന്താണ്? അവൻ്റെ മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് പറയാം. അവൻ ഹീ ഷുഡ് റെസ്പെക്ട് ഹിസ് എൽഡേഴ്സ്. ഹീ ഷുഡ് റെസ്പെക്ട് ഹിസ് എൽഡേഴ്സ്. ഇനി അടുത്താണ്, അടുത്ത് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഷുഡ് വെച്ച് കാണ്ട് ചോദ്യം ചോദിക്കുക. ക്വസ്റ്റ്യൻസ്, ഹൗ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് വിത്ത് ഷുഡ്. ഇവിടെ നോക്കാം. ഇനി നമുക്ക് സീക്ക് പെർമിഷൻ നേടണം, അനുമതി തേടുക. ചോദിക്കണം, ഷുഡ് വെച്ച് കണ്ട് ചോദിക്കാം. ഞാൻ പറയാണ്, ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ അടുത്ത് വരണോ? ചോദിക്കണം. പറയാം, ആദ്യം ഷുഡ് ഇവിടെ കൊണ്ടുവരണം. ഇങ്ങനെ സബ്ജക്റ്റിന്റെ മുന്നേ ഷുഡിനെ കൊണ്ടുവരണം. ഷുഡ് ഐ കം ടു യു ടുനൈറ്റ്? അല്ല, ഇന്ന് രാത്രി ഞാൻ അവിടെ വരണോ? നിന്റെ അടുത്ത് വരണോ? ഷുഡ് ഐ കം ടു യു ടുനൈറ്റ്? നാളെ ഞാൻ അവിടെ പോകണോ? ഷുഡ് ഐ ഗോ ദേർ ടുമോറോ? നാളെ ഞാൻ നിങ്ങൾ കാണണോ? ഷുഡ് ഐ മീറ്റ് യു ടുമോറോ? ക്ലിയർ? ഇതുപോലെ ഷുഡിനെ ആദ്യം എഴുതുക. ഷുഡ് ആദ്യം എഴുതണം. അങ്ങനെ ആദ്യം എഴുതി എന്തായി? അനുമതി തേടലായി. ഇനിയാണ് ഇവിടെ നോക്കാം. ഇന്ന് വൈകുന്നേരം എൻ്റെ ബ്രദർ പാർട്ടിക്ക് വരണോ? എൻ്റെ സഹോദരന് പ്രോഗ്രാം വരണോ എന്ന് ചോദിക്കണം. ഓക്കെ, അനുമതി ചോദിക്കണം. പറയാം, ആദ്യം ഷുഡ് അല്ലേ? ആദ്യം ഇത് ഉപയോഗിക്കണം, ഷുഡ് ഉപയോഗിക്കണം. ഷുഡ് മൈ ബ്രദർ വെർ ഫസ്റ്റ് ഫോം വരണോ, വരുക പറയാ കം. ഷുഡ് മൈ ബ്രദർ കം ടു ദ പാർട്ടി? എന്നാണ് ഇന്ന് വൈകുന്നേരം? ദീസ് ഈവനിങ്. ക്ലിയർ? എന്നുവെച്ചാൽ നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഷുഡിനെ ആദ്യം കൊണ്ടുവരിക. ഷുഡ് മൈ ബ്രദർ കം ടു ദ പാർട്ടി ദിസ് ഈവനിങ്? അടുത്താണ്, ഞാനിപ്പോൾ മീറ്റിംഗ് ചേരണോ? മീറ്റിങ്ങിൽ പങ്കെടുക്കണോ? അപ്പോൾ ചോദിക്കണം. പറയാം, ഷുഡ് ഐ ചേരണോ? ഷുഡ് ഐ ജോയിൻ അല്ലെങ്കിൽ ഷുഡ് ഐ ജോയിൻ ദ മീറ്റിംഗ്? ഷുഡ് ഐ ജോയിൻ ദ മീറ്റിംഗ് അല്ലെങ്കിൽ ഷുഡ് ഐ അറ്റൻഡ് ദ മീറ്റിംഗ്? ഓക്കെ, ഇങ്ങനെ പറയാം. ഇനി അടുത്താണ്, ഇപ്പോൾ അല്ലേ? ഇപ്പോൾ ഉണ്ട്, അപ്പോൾ നമുക്ക് നൗ ചേർക്കാം അല്ലെങ്കിൽ അറ്റ് ദ മൊമെൻറ്റ്. ഷുഡ് ഐ ജോയിൻ ദ മീറ്റിംഗ് നൗ അല്ലെങ്കിൽ ഷുഡ് ഐ ജോയിൻ ദ മീറ്റിംഗ് അറ്റ് ദ മൊമെൻറ്റ്? ഇനി അടുത്താണ്, ഈ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ മാനേജറോട് ചോദിക്കണോ? ഷുഡ് ഐ അല്ലെങ്കിൽ പറയണോ? ഷുഡ് ഐ ടോക്ക് ടു യു? ഷുഡ് ഐ ടോക്ക് ടു ദ മാനേജർ? about this problem? About this matter അല്ലെങ്കിൽ problem എന്ന് പറയാം. എന്തായി? ഷുഡ് ഐ ടോക്ക് ടു ദ മാനേജർ അബൌട്ട് ദിസ് മാറ്റർ അല്ലെങ്കിൽ ഷുഡ് ഐ ടോക്ക് ടു ദ മാനേജർ അബൌട്ട് ദിസ് ഇഷ്യൂ അല്ലെങ്കിൽ ദിസ് പ്രോബ്ലം എന്ന് പറയാം. ക്ലിയർ?
ഇനി അടുത്താണ് നമ്മളെ ഹോംവർക്ക് ഉണ്ട് 3 വിദ്യാർത്ഥികൾ എല്ലാ ദിവസവും അവരുടെ ഹോംവർക്ക് പൂർത്തിയാക്കണം, ഉപദേശമാണ്. രണ്ടാമതാണ് ഓരോ നിമിഷവും നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം, അത് ഉപദേശമാണ്. രണ്ടാമതാണ് വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ സഹായിക്കണോ, എന്താണ് സീക്ക് പെർമിഷൻ, അനുമതി തേടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 3ൻ്റെയും ആൻസർ എഴുതിയിട്ട് കമൻറ്റ് ബോക്സിൽ അയക്കുക. താങ്ക് യു എവരിവൺ.